ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീട്ടുമുറ്റത്ത് തീജ്വാലകൾ പതിച്ച സംഭവത്തിൽ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ആക്രമണത്തിൽ അന്വേഷണം ആരംഭിച്ചതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ, അതായത് ശനിയാഴ്ചയാണ് സംഭവം നടന്നത്. സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. 2 ഫ്ലാഷ് ബോംബുകളാണ് വീട്ടുമുറ്റത്ത് വന്നു വീണത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇതിനെ കാണുന്നത്. സിസേറിയയിലെ നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു. ഈ സംഭവം ഞെട്ടിക്കുന്നതാണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വലിയ തിരിച്ചടി തന്നെ നൽകുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നെതന്യാഹുവിനെ വകവരുത്താനുള്ള നീക്കമാണ് നടന്നതെന്ന് മന്ത്രിമാരും പ്രതികരിച്ചു. കഴിഞ്ഞ മാസം ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ നെതന്യാഹുവിൻ്റെ വീടിന് ചെറിയ രീതിയിൽ കേടുപാടുകളും സംഭവിച്ചിരുന്നു. അതിനിടെ ഹിസ്ബുള്ളയുമായി കരയുദ്ധം ശക്തമാക്കിയ ഇസ്രായേൽ ലെബനോണിലെ തന്ത്രപ്രധാനമായ മേഖലയിൽ കടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ലെബനോൺ ഗ്രാമമായ ഷാമായിലെ ഒരു കുന്നിലാണ് സൈന്യം എത്തിയിട്ടുള്ളത്. എന്നാൽ ഹിസ്ബുള്ളയുടെ തിരിച്ചടി രൂക്ഷമായതോടെ സൈന്യം അവിടെ നിന്നും പിന്മാറി എന്നാണ് ലെബനോൺ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അധിനിവേശം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇസ്രായേൽ കരസേന ലെബനോണിൻ്റെ ഇത്രയും ഉൾഭാഗത്തേക്ക് എത്തുന്നത്. 24 മണിക്കൂറിനിടെ ലെബനോണിൽ വിവിധ ഇടങ്ങളിലായി 59 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ 100ലേറെ മിസൈലുകൾ അയച്ച് ഹിസ്ബുള്ള ഇതിനുള്ള മറുപടിയും നൽകിയിട്ടുണ്ട്. അതേസമയം ലെബനോണിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇറാൻ പറയുന്നുണ്ട്. മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥനാണ് ഈ കാര്യം അറിയിച്ചതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിലും ആക്രമണം ഇപ്പോൾ രൂക്ഷമാണ്. 32 പേർ ഇന്നലെ കൊല്ലപ്പെട്ടു. ഇതോടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 43,800 ആയി. 1,03,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ലെബനോണിൽ കൊല്ലപ്പെട്ടത് 7 ഇസ്രായേലി സൈനികരാണ്. അവരുടെ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ തിരിച്ചടി നേരിടുന്ന പശ്ചാത്തലത്തിൽ ലെബനോണിലെ US അംബാസഡർ ലിസ ജോൺസൺ അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളുടെ ഒരു കരട് രേഖ ലെബനോൺ പാർലമെൻറ്റ് സ്പീക്കർ നബീഹ് ബെറിക്ക് കൈമാറിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് നബീഹ്. എന്നാൽ ഈ നിർദ്ദേശത്തിലെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരട് രേഖയിൽ ഒപ്പുവെച്ചതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. 2025 ജനുവരി 20 പ്രസിഡന്റായി അധികാരമേൽക്കും മുമ്പ് ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയതായും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.